ഈ ഒരു കൊറിയറും ഇതും ഇങ്ങനെ 2 കൊറിയർ നാട്ടിൽ നിന്ന് വന്നാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു സാധനം മേടിക്കാൻ വേണ്ടി DTDC പോയിട്ട് അവിടെ സ്വീപ്പായി. നമുക്ക് കോള് വന്നു രാവിലെ തന്നെ. ഞാൻ ട്രാക്ക് ID കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഹിന്ദുപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പോൾ 3-ാം തീയതി ഹൈദരാബാദ് മെയിൻ ഹബ്ബൊക്കെ എത്തിയിട്ടുണ്ട്. 4-ാം തീയതിയാണ് ഹിന്ദുപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. ഫോൺ വന്ന പാട് നമ്മളിവിടെ ഉണ്ടായിട്ടുണ്ടായില്ല. കതിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിന്ന്. അവിടെ ആ റൂട്ടിലായതുകൊണ്ട് നമ്മൾ അവിടെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവിടുന്ന് പണിയെടുപ്പിക്കാന്നുള്ള വണ്ടി പണിയെടുപ്പിക്കാന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയതായിരുന്നു. അപ്പോൾ ഹിന്ദുപ്പൂറും കതിരിയും കൂടി ഏകദേശം 100 കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കൊറിയർ വന്നത് ഞാൻ അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തേ, അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഗോരന്തല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്ന് അവിടെ ഇങ്ങനെ നിന്ന് അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നിൽക്കുമ്പോഴാണ് ഹിന്ദുപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കോള് വരുന്നത്, നിങ്ങളെ പാർസൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് നാളെ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവായി. പിന്നുണ്ട് വൈകിട്ട് ഒരു 8 മണിക്ക് 7:30 വിളിക്കണേ, 9 നാളേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഫൈനാവും, അങ്ങനെയുള്ള ഇഷ്യൂസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഡയലോഗ്. അപ്പം ഞങ്ങൾ എന്താ ഞങ്ങളിപ്പോൾ വരാൻ പറഞ്ഞിട്ട് പോകുന്നത്. 9:30 മണിയാകുമ്പോഴത്തേന് ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ നാളേക്ക് ഫൈനാവും, പിന്നെ അങ്ങോട്ട് വിടും ഇങ്ങോട്ട് വിടും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ്. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ അനുഭവം. ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞിട്ട് പല കൊറിയറും വിട്ടിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിക്കോട്ടെ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു വിളിച്ചൊന്ന് കൺഫേം ആക്കാൻ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ 8:30 ഞങ്ങൾ ഇവിടെ എത്തി. 8:30 ഇവിടെ എത്തുമ്പോഴത്തേന് ഇയാളെന്ത് ചെയ്തിക്കണേ, ഇവിടുത്തെ അഡ്രസ്സല്ല പറഞ്ഞിട്ട് റിട്ടേൺ വിട്ടിക്കണേ, ക്യാൻസൽ ചെയ്തിക്കണേ. അങ്ങനെ അതിൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നു. വെറും സ്വീപ്പാക്കൽ. ആദ്യമായിട്ടാണ് DTDCയുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളോട് പറയാണ്, നിങ്ങളിനി ഇത് മെയിൻ ഹബ്ബ് പോയിട്ടേ കിട്ടുള്ളൂ, അപ്പിടി ഇപ്പിടി എന്നുള്ള വർത്തമാനങ്ങളൊക്കെ. എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഇട്ട് സ്വീപ്പാക്കണമെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ അയാളോട് ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മളൊരു എന്തെങ്കിലും ഒരു മുൻവൈരാഗ്യ കാര്യങ്ങളൊന്നുമില്ല. ചെന്ന പാടെ ഞങ്ങളോട് ഈറ്റാവുക ചൂടാവുക അങ്ങനെയൊക്കെ. ഒന്നാമത് നമുക്ക് തെലുങ്കും അറിയില്ല. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് പോകുന്നത് എന്നായിക്കോട്ടെ ഞങ്ങൾ മെയിൻ ഹബ്ബിൽ നിന്ന് മേടിച്ചോളാം പറഞ്ഞിട്ട്. അങ്ങനെ മെയിൻ ഹബ്ബ് എന്നുള്ള ലൊക്കേഷൻ ഇട്ടപ്പോൾ പിറ്റത്തെ ദിവസം രാവിലെ ചെല്ലുന്നത് ഇതേ ഷോപ്പിൽ തന്നെ, ഇതേ കൊറിയർക്ക് തന്നെ. അങ്ങനെ ഞങ്ങളോട് വല്ല കല്യാണത്തിനും പെണ്ണാണ് അതിനൊക്കെ ചെന്ന മാതിരി നിങ്ങൾ ഇരിക്കുക പറഞ്ഞേ. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ വേറൊരു കസ്റ്റമർ സാധനം മേടിക്കാൻ വേണ്ടി വന്നു. ആ സമയത്ത് അയാൾക്ക് സാധനം കൊടുക്കണമല്ലോ. അതിന് മുന്നേ ഞങ്ങൾ കുറേ നേരം കഴിയുമ്പോൾ ചോദിച്ചു ഇയാളോട് എന്താണ് ബായി എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഒരാൾ വരാനുണ്ട്. എന്നിട്ട് അയാൾക്ക് ഫോൺ ചെയ്തിക്കാണ്ട് വേഗം ബായ ഇവിടെ കസ്റ്റമർ ഉണ്ടെന്നൊക്കെ പറയണൊക്കെ ഉണ്ടായിരുന്നു. എന്താ അവിടെ നിന്ന് ഒപ്പിട്ടുകാണ്ട് ആ സാധനം മേടിച്ച് പോരാനും ഇത് മെസ്സേജ് നോക്കിക്കാണ്ട് അതിൻ്റെ OTP നോക്കാനും അല്ലേ ഉള്ളൂ. എന്നിട്ട് പിന്നെ വേറെ കസ്റ്റമർ വന്ന് ഇവിടുത്തെ നാട്ടുകാരപ്പോൾ അങ്ങനെ ഇട്ട് സ്വീപ്പാക്കാൻ പറ്റില്ലല്ലോ. അതിൽ അയാൾ ഇരുന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അയാളോട് ചോദിച്ചു അർജൻറ്റ് ഉണ്ടോ അങ്ങനെ എങ്ങനെയാണ്. അപ്പോൾ അർജൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാളെ കാര്യങ്ങൾ റെഡിയാക്കുമ്പോൾ പിന്നെ ഞങ്ങളവിടെ പോസ്റ്റ് അങ്ങനെ ശരിയല്ലല്ലോ. അങ്ങനെ പിന്നെ അയാളെന്ത് ചെയ്ത് നമ്മളെ ഇതിലേക്ക് ഒരു OTP വേറെ വന്ന് എന്നിട്ട് പിന്നെ ആ സാധനം ഒരു ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക് തന്നു. മെയിൻ ഹബ്ബിൽ പോയി മേടിക്കണം അതാണ് ഇതാന്നൊക്കെയാണ് ഇന്നലെ, അതായത് ഞങ്ങൾ ഫസ്റ്റ് അവിടെ ചെന്നപ്പോൾ പറഞ്ഞിരുന്നത്. ആയിക്കോട്ടെ പറഞ്ഞ് പോകുന്നതാണ്. പിന്നെ ഞങ്ങൾ ലൊക്കേഷൻ മെയിൻ ഹബ്ബിന് ഇട്ടപ്പോൾ ഇതേ സ്ഥലത്ത് തന്നെയാണ് എത്തിയത്. പിന്നെ ഞാൻ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ട് യൂട്യൂബിൽ. ബോക്സ് മാത്രം ആയിക്കാണ്ട് റിട്ടേൺ വന്നിക്കുക അയച്ച ആൾക്ക് തന്നെ, അതിൻ്റെ ഉള്ളിലത്തെ സാധനം മിസ്സയക്കുക. പിന്നെ വേറൊരു വീഡിയോ ഉണ്ട്, അഡ്രസ്സിക്ക് സാധനം കൊടുത്തിക്കണേ പക്ഷേ OTPയും കാര്യങ്ങളൊന്നും നോക്കാതെ കൊടുത്തിക്കുക. ഈ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന വീട്ടില്ലേ അവിടെ കൊണ്ടുപോയിക്കാണ്ട് കൊടുത്തുകൊണ്ട് ഓല വല്ല പരിപാടിയും കഴിച്ചാണ്ട് വയ്ക്കുക. വല്ലാത്തൊരു അനുഭവമായി പോയത്. എന്തിനാണ് ഇങ്ങനെ ഇട്ട് സ്വീപ്പാക്കിക്കാണ്ട് ഈ ഒരു സിസ്റ്റത്തെ ഇല്ലാതാക്കണമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. നല്ലൊരു ട്രാക്ക് നല്ലൊരു സിസ്റ്റം അത് ഇതിൽ തൊഴിലെടുക്കുന്ന ആളുകാരെ ഈ ഒരു പോരായ്മ കൊണ്ടും അത് ഓല് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ് ഇത് നശിക്കുന്നത്. പിന്നെ ഞാൻ വേറൊരു കൊറിയർ ഇവിടെ നിന്ന് അയക്കുണ്ടായി. ഒരു കൊറിയർ ഓഫീസ് ചോദിച്ചപ്പോൾ 80 റുപ്യ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പാക്ക് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു കൊറിയർ ഓഫീസിലേക്ക് ചെല്ലാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എടുത്ത് കണ്ടൊരു കൊറിയർ ഓഫീസിൽ പോയപ്പോൾ ആൾ പറയണത് 150 റുപ്യാണ്. അത് പിന്നെ എന്ത് ചെയ്ത് ഞങ്ങൾ സംസാരിച്ച് ലാസ്റ്റ് 120 റുപ്യ തരണം തന്നെ. അയാൾ കഴിയുമ്പോൾ സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ കൊടുത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊന്നും കറക്റ്റ് ഒരു സിസ്റ്റം ഇല്ല, അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു ഭയം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ നമ്മളെ അനുഭവത്തിലുണ്ടായ കാര്യങ്ങളാണ് ഇതൊക്കെ.